Hey everyone, welcome back to my YouTube channel. ഞങ്ങൾ ഈ ഒരാഴ്ച വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കാൻ പോവാണ്. കെലോണ എന്നാണ് സിറ്റിയുടെ പേര്. ഇറ്റ്സ് 3 hours far from our area. അവിടെ ഹൗസസ് കുറച്ചുകൂടി റീസണബിൾ ആണ് ഞങ്ങൾക്ക് ഇവിടത്തെക്കാട്ടും. ഞങ്ങൾ വാങ്ങാൻ പോവല്ല, വെറുതെ ഒന്ന് ഏരിയ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ ആബറ്റ്സ്ഫോർഡ് പറയുന്ന സിറ്റി, മേപ്പിൾ റിഡ്ജ്, ചില്ലി വാക്ക്, അങ്ങനെ കുറച്ച് സിറ്റീസ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാതും ഓപ്ഷനിൽ വെച്ചിട്ട് ദെൻ വി കെൻ ചൂസ് വിച്ച് ഏരിയ വി വാണ്ട് ടു ലിവ് ഇൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. കെലോണയിൽ ഞാൻ നോക്കിയതിൽ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ഇറ്റ്സ് എ വൈൻ കൗണ്ടി. നമ്മൾ പണ്ട് കാലിഫോർണിയയിൽ ഇരുന്ന സിമിലർ വൈബ് ഉണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾ മൺഡേ ആണ് പോണത്. മൺഡേ ടു ഫ്രൈഡേ അവിടെ ഒരു എയർബിഎൻബിയിൽ ഇരിക്കാനാണ് പ്ലാൻ. സന്ദീപ് ഇസ് ഗോണ വർക്ക് there. ഞങ്ങൾ രണ്ടുപേരും we need to figure out what we are going to do. അപ്പോൾ സൺഡേ രാവിലെ ഞാൻ ഇത്ര നേരത്തെ എണീക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് എണീറ്റാണ്. സെക്കൻഡ് തിങ് ഈസ് ഐ വാണ്ട് ടു ക്ലീൻ ഫ്രിഡ്ജ് ആൻഡ് ഐ ഹാവ് സം പാക്കിംഗ് ഡെയിലി റുട്ടീൻസ് ഒക്കെ തന്നെയാണ് ഇന്ന്. നമ്മളിപ്പോൾ പോയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. I was thinking to make a simple rava upma. Already 7 o'clock. I need to wrap this up in an hour. കാരണം 8 മണിക്കാണ് എണീക്കും. We are thinking of taking him to library. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ലൈബ്രറീസിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം വേഗം ഇരുട്ടാവുന്നുണ്ട് ഈവനിങ്. വീക്ക് ഡേയ്സ് ഒരു പ്രാവശ്യം ഞങ്ങൾ ലൈബ്രറി പോയി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഐ റിയലി വാണ്ട് ടു സ്റ്റാർട്ട് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ബുക്സ്. കാരണം ഹീ ഈസ് ഇൻസ്പയറിംഗ് മീ ടു റീഡ് മോർ ബുക്സ്. അവന് ഒരുപാട് ബുക്സ് ഉണ്ട്. അവനൊരു മിനി ലൈബ്രറി തന്നെ ഉണ്ട്. നൗ വി ആർ തിങ്കിങ് ടു സ്റ്റോപ്പ് ബൈയിങ് ബുക്സ് ആൻഡ് ഗോ ടു ലൈബ്രറി, ഗെറ്റ് എ മെമ്പർഷിപ്പ്, ടേക്ക് സം ബുക്സ്, ഗിവ് ഇറ്റ് ബാക്ക്. അങ്ങനെ ഓൾറൈറ്റ് ബേബി എണീച്ചിരിക്കുകയാണ്. ഏർലിയർ ദാൻ യൂഷ്വൽ. നമ്മൾ കൂടെ കടന്ന ഒരു 9 മണി 10 മണി വരെ ഉറങ്ങാറുണ്ട്. റീഡിങ്സ് ആണ് കാണുന്നത്. രാവിലെ തന്നെ ബുക്ക് എടുത്തിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. പാല് പൊതുവെ പിശുക്കിയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് രാത്രിത്തെ കുറച്ചധികം വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സോ രാവിലെ അവൻ നല്ല വിശന്നിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ അവൻ നന്നായി ഭക്ഷണം കഴിക്കുള്ളൂ. ഞങ്ങൾ ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹി വാസ് എ ബിറ്റ് അയേൺ ഡെഫിഷ്യൻ. നല്ല ടു മച്ച് അല്ല, കുറച്ച്. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മീറ്റും എഗ്ഗും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോൾ ഒരു ബനാന കഴിച്ചു ഫസ്റ്റ് എണീറ്റ് ഉടനെ. കാരണം ഹി വാസ് വെരി ഹംഗ്രി. 8:30, 9 അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ സണ്ണ് വരികയാണെങ്കിൽ, സണ്ണ് വരില്ല, നല്ല കമ്മിയാണ് ഇവിടെ ഒന്നില്ലെങ്കിൽ മഴയാണ് അല്ലെങ്കിൽ ഗ്ലൂമി വെതറാണ്. പക്ഷെ സണ്ണ് വരുന്ന ദിവസങ്ങളിൽ അടിപൊളിയാണ്. എന്തായാലും അവനെ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ സണ്ണുണ്ടെങ്കിൽ എക്സ്ട്രാ എഫേർട്ട്. ഓക്കെ, പല്ല് തേപ്പിക്കാണ്. ഹേ ഹേറ്റ് ഇറ്റ്. I'm having my coffee. Shasta and Dada is playing. എന്താ അത്? ബഗ്. എന്താ പറയണതിനെ? ഓൾറൈറ്റ്, ഇപ്പൊ ഞാൻ പാക്കിംഗ് ചെയ്യാൻ പോകണം. സോ ഫസ്റ്റ് ഞാൻ എല്ലാം എടുത്ത് പുറത്തേക്ക് ഇടട്ടെ, ദെൻ മടക്കി വെച്ചിട്ട് അക്കോർഡിംഗ്ലി വെക്കാം. രണ്ടുപേരുടെ പെട്ടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും. അതിലാണ് ഇവന്റെ ഡ്രസ്സിൽ വെക്കാമെന്ന് വിചാരിക്കാം. തണുപ്പാണ്, സോ തണുപ്പിന് പറ്റിയ തുണികളാണ് എടുത്ത് വെക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഞാൻ എല്ലാം ബെഡിന്റെ മേലെ മടക്കി വെക്കാൻ പോവാണ്. ഞങ്ങള് 4 to 5 days ആണ് സ്റ്റേ. ഓക്കെ ഗൈസ്, അവന് ഭക്ഷണം കൊടുത്തു, വീട്ടിലേക്ക് വിളിച്ചു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ സമയം 9:45 10 മണിക്കാണ് ലൈബ്രറി തുറക്കുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാവാൻ പോവാണ്. സ്കിൻ കെയർ ടൈം എടുത്ത് അതിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. ഞാൻ ഒന്നിന്റെ മുകളിൽ അത്ര സമയം കൊടുക്കാതെ അടുത്തോട് തേക്കുക അങ്ങനെ ചെയ്തു. കുറെ ബ്രേക്ക് ഔട്ട്സും മാർക്സ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ടേക്ക് ഇറ്റ് ലൈറ്റ്. അപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്നത് അപ്പൊ എല്ലാം കൂടി എടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇതൊരു അടിപൊളി വാക്സ് ആണ്. കഴിയാറായി ഓൾമോസ്റ്റ്. ചറവറ നിൽക്കണം, മുടികളൊക്കെ ഒന്ന് ഒതുക്കാൻ. ഓക്കെ, ഇത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ഇത് സന്തോഷിക്കണോ സങ്കടപ്പെടണോ അറിയില്ല. We are going to library. So എൻ്റെ കയ്യിൽ കീ ഉണ്ടായിരുന്നുകൊണ്ട് ഐ ആം ഡ്രൈവിംഗ്. അങ്ങനെ നമ്മൾ ലൈബ്രറി എത്തി. അവിടെ ഫാളൊക്കെ കഴിയാറായി ഏകദേശം. വിൻ്ററിലേക്ക് പോകണം. ഇവിടെ എല്ലാ ലൈബ്രറീസിലും ഇങ്ങനത്തെ പ്ലേ ഏരിയാസ് ഉണ്ട്. സോ ഞാൻ പോയിട്ട് എൻ്റെ ബുക്ക് എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പോവാണ്. ഞാനന്ന് വായിച്ചു വെച്ച കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതിലെവിടെയാണ് ഞാൻ നോക്കിയ ബുക്ക് എനിക്ക് കിട്ടിയില്ല. സോ ഐ ആം ഗോണ റീഡ് ദിസ് വൺ. സോ ഞങ്ങൾ അങ്ങനെ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു റൗണ്ട് ഓടിച്ചാൽ നന്നായി ഓർമ്മ. സോ അതിന് വേണ്ടിയിട്ടാണ് എവിടെ പോയാലും
he'll have his car with him. അപ്പോൾ അത് ഉരുട്ടി കളിക്കുകയാണ്. ഇങ്ങനെ ഉരുട്ടി ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഈ ഒരു കുഞ്ഞ് ഗ്രൗണ്ട് അടിക്കുക. ഞാൻ എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് സ്നാക്സ് വാങ്ങണം. ആൻഡ് ഓൾസോ ഞാൻ ആമസോൺ പാക്കേജസ് സെൻഡ് ചെയ്യാൻ പോവാണ്. കാരണം ഒരാഴ്ച നമ്മളിവിടെ ഉണ്ടാവില്ല. സോ ഡ്രൈവിംഗ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ യുവർ സെൽഫ്. നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങടെയെങ്കിലും പോകണമെങ്കിൽ. ഇപ്പോൾ ബേബിയൊക്കെ ആയപ്പോൾ വെൻ സന്ദീപ് ഇസ് വർക്കിംഗ് ഐ ഓൾവേസ് യൂസ് ടു വെയിറ്റ് ഫോർ ഹിം ടു ഗെറ്റ് ഔട്ട് to take him anywhere. ജോബ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് അടുത്തുള്ളത്, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റിയത്, അങ്ങനത്തെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നു ജോബ് സെർച്ചിൽ. ഇപ്പം എനിക്ക് അതൊന്നും ആവശ്യമില്ല. ഞാൻ കുറച്ച് ദൂരമൊക്കെ പോവാറുണ്ട് ഇപ്പോൾ. സോ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 വീക്ക് ഒരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി. കാരണം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കാറിൽ. നമ്മുടെ കാർ സ്റ്റിൽ കാലിഫോർണിയ രജിസ്ട്രേഷനിലാണ്. കണ്ണിൽ വെയിലടിച്ചാണ് മൈഗ്രെയിൻ പ്രോബ്ലം ഉണ്ട് കേട്ടോ. പ്രഗ്നൻസി സമയത്ത് എൻ്റെ മൈഗ്രെയിൻ കംപ്ലീറ്റ്ലി കമ്മിയായിട്ടുണ്ടായിരുന്നു. ഐ വാസ് സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഒരാഴ്ച ഞാൻ ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച അടിപൊളിയായിട്ട് ഒരു 2 മണിക്കൂർ, ചില ദിവസം 1 മണിക്കൂർ, ചില ദിവസം 2 മണിക്കൂർ. ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ഇനഫ്. US കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിൽ അറ്റ്ലീസ്റ്റ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ലൈസൻസ് എടുക്കൽ ഈസ് ടഫർ. സന്ദീപ് വാസ് സെയിങ് ദാറ്റ് പാരലൽ പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ് ഇതിലൊക്കെ മാർക്കുണ്ട്. സോ ബേബി ഉള്ളത് കാരണം സന്ദീപിന് എൻ്റെ കൂടെ വരാൻ പറ്റില്ല. നമുക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. വെൻ യു ഹാവ് ലേണേഴ്സ് യു ഹാവ് ടു ഹാവ് എ ലൈസൻസ്ഡ് പേഴ്സൺ over the age of 21 I guess on the passenger seat. അടുത്തത് ക്ലാസ് 5 ലൈസൻസ് ആണ്. വേറൊരു സംഭവം ഉണ്ട് N എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് ഇസ് നോയ്സ് ലൈസൻസ്, ഹു ഡസ് നോട്ട് ഹാവ് എൻ എക്സ്പീരിയൻസ് അറ്റ് ഓൾ. സോ എനിക്ക് എങ്ങനെ കിട്ടിയത് വെച്ചാൽ ഐ ഹാവ് ദ ഇന്ത്യൻ ലൈസൻസ്. അത് 11-12 ഇയേഴ്സോ മറ്റേ ആയി തോന്നുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. ഐ തിങ്ക് ദേ ഹാവ് ടു ടേക്ക് ദ ടെസ്റ്റ് അഗെയിൻ ആഫ്റ്റർ 2-3 years. Then only they will get the real license. Now I have my real license. കാരണം എൻ്റെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ അവർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ സ്ഥലത്തെത്തി. കാനഡ പോസ്റ്റിലാണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോണത്. Let me go return and come. റിട്ടേൺ പരിപാടി കഴിഞ്ഞു. സോ ഐ എം സൂപ്പർ ഹംഗ്രി. രാവിലെ ഒരു കോഫി കുടിച്ചു, ഉച്ചയ്ക്ക് ഒരു കോഫി കുടിച്ചു. ഞാൻ കാറിൽ ഇത് ഈ പ്രോട്ടീൻ ഷേക്ക് വെക്കാറുണ്ട്. ഐ യൂസ് ഇറ്റ് ഓൺ മൈ ലിക്വിഡ് ഡയറ്റ് ഡേയ്സ്. സോ ഓൾറെഡി റെഡിമെയ്ഡ് പ്രോട്ടീൻ ഷേക്സ് വാങ്ങുകയാണെങ്കിൽ യു ഷുഡ് ചെക്ക് ദ കാലറീസ്. ഇത് ഒരു ബോട്ടിലിന് 140 calories ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 cappuccino that I drink in the morning. സോ നമ്മൾ ഒരു ദിവസം ബേൺ ചെയ്യണത് ഒരു 1000 calories ബൈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് വിചാരിക്കാം. അത്ര കാലറീസിന്റെ ഉള്ളിൽ കഴിക്കാൻ നോക്കിയാൽ ദ വെയിറ്റ് ലോസ് വിൽ ബി ഈസിയർ, faster. We tried everything. We tried intermediate fasting, fruit diet. അങ്ങനെ കുറേ ട്രൈ ചെയ്തു. This one weight loss കുറച്ച് faster ആണ്. So now I'm gonna buy some snacks for our trip. ഞാൻ അടുത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പിലാണ് പോണത്. Let's go. അങ്ങനെ ഞാൻ ഒരു 8 സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. Hopefully we don't end up eating all. So by the way, I used to have a travel channel, East to East. US-ലെ കാഴ്ചകളൊക്കെയാണ് കാണിച്ചു കൊടുത്തിരുന്നത്. I think people were not really interested. Maybe I was not great in presenting as well. But I used to love video editing a lot. I just love to make videos. എനിക്ക് വീഡിയോസ് എടുത്താൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്. ദിവസത്തിൽ എന്തോ ചെയ്ത ഒരു ഫീൽ തോന്നും. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കതിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലേന്നല്ല. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എത്ര ഡിലേ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് എങ്ങനെ എഡിറ്റിംഗ് ഇഷ്ടമാണ് പറയണമെന്ന്. ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യുക, നല്ല റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പം എനിക്ക് അങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയം കമ്മിയാണ്. ഇപ്പം മോർ ഇമ്പോർട്ടൻറ്റ് ഞാൻ ബേബിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യലും അവനെ അവൻ്റെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കലാണ്. ഡേ ഈസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു എൻഡ്. ഇനി കാര്യമായിട്ട് എന്താ ചെയ്യാനുള്ള ഐ ഡോണ്ട് നോ. ഇഫ് ദർ ഇസ് നത്തിങ് എൽസ് ടു ഡു, ഐ ആം ഗോണ റാപ്പ് ദ വീഡിയോ ഹിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആസ് വെൽ. ഇവിടെ നല്ല പാടാന്നേ. ഞങ്ങളിവിടെ പാർക്ക് ചെയ്തിട്ട് കൈ പുറത്തിട്ടിട്ട് അതും ഞാൻ റോങ് സൈഡിൽ നിർത്തിയിട്ട് ഇവിടെ കീ ആക്സസ് കൊടുത്തിട്ട് ലോട്ട് ഓഫ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കൊടുക്കുന്ന റെന്റിന് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ലോണം കോസ്റ്റ്ലി ആണ്. വീട് വാങ്ങലും കോസ്റ്റ്ലി തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ടൈം. സോ ഈ ആഴ്ച ഞങ്ങൾ പോണത് അത് തീരുമാനിക്കാനാണ്. ഓക്കെ, ഞാൻ റാപ്പപ്പ് ചെയ്തതല്ലേ, സോറി ഗൈസ്. വീട്ടിൽ പോയിട്ട് നോക്കാം റാപ്പപ്പ് ചെയ്യണോ വേണ്ടേന്നല്ലേ. വൈൻഡപ്പ് ചെയ്തില്ല കാരണം ഇവരുടെ തുടങ്ങി. ഇപ്പം ഇനി നമുക്ക് നിറയെ സമയം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളൊക്കെ തീർക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ വിൻ്റർ സാധനങ്ങളൊക്കെ ബീനീസും വിൻ്റർ സോക്സും ഒക്കെ എടുത്ത് വെക്കണം. ഞങ്ങൾ ക്വിക്കായിട്ട് വേഗം ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യട്ടെ. അതിൽ അവൻ്റെ ബുക്സും ടോയ്സൊക്കെയാണ്. ആൻഡ് സാനിറ്റൈസർ ഫോർ കാർ. അതിൽ ജാക്കറ്റ്സാണ്. ഈ പെട്ടിയിൽ എൻ്റെയും ക്ലോത്ത്സ് ആണ്. അതിൽ സന്ദീപിൻ്റെയും
പിന്നെ ഞങ്ങളുടെ അഗെയിൻ കുത്തിത്തിരികിയിട്ടുണ്ട് അതിൽ. ഇത് എൻ്റെ ലാപ്ടോപ്പ് ബാഗാണ്, പ്ലസ് എൻ്റെ കോസ്മെറ്റിക്സ് കൂടെ അതിൽ തന്നെ വെക്കാൻ പോകണം. ദിസ് ഇസ് സ്നാക്സ് ബാഗ്, ദിസ് ഇസ് ഡയപ്പേഴ്സ് ആൻഡ് സ്റ്റഫ്, ആൻഡ് ഹിയർ ഇസ് ഡയപ്പർ ബാഗ്. നോർത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക. കുളിക്കാൻ പോവാണതാണ്. കുളിക്കാൻ പോവാണേ ഞങ്ങള് അല്ലേ? എന്താ ചെയ്യണ്ടേ? അത് അതിലിടണല്ലേ?